യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടണമെന്ന് പോലീസ് ആവശ്യം. വിശദാംശങ്ങളുമായി നിർബൻ ചക്രവർത്തി ചേരുന്നുണ്ട്. നിർബൻ, ഏത് സാഹചര്യത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു ആവശ്യം? വിനിഷ, ഈ യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ ID കേസിൽ രണ്ട് തരത്തിലുള്ള കേസാണ് അന്വേഷണ സംഘം എടുത്തിരുന്നത്. ഒന്ന്, നേരത്തെ DYFI നൽകിയ പരാതി, ഒപ്പം തന്നെ രണ്ടാമത് ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് പോലീസിന് പരാതി നൽകിയിരുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ പരാതിയാണ് സമഗ്ര അന്വേഷണം ആവശ്യമുണ്ട്, അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കണം, ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസ് കൈമാറണം എന്ന് പ്രത്യേക അന്വേഷണ സംഘം ഈ ആവശ്യപ്പെട്ടത് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് വ്യാപകമായി വ്യാജ ID കാർഡ് സംസ്ഥാനത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തയ്യാറാക്കിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ സമാനമായ പരാതി ഉയർന്നിട്ടുണ്ട്. അന്തർ സംസ്ഥാന ബന്ധമുള്ള പലരും സംസ്ഥാനത്തിന് പുറത്തുള്ള ചില ഏജൻസികൾ അടക്കം ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇത് വ്യാപകമായ വലിയ തരത്തിലുള്ള അന്വേഷണവും സമഗ്രമായ അന്വേഷണവും ആവശ്യമുണ്ട്. അതുകൊണ്ട് സമഗ്രമായി കേരളത്തിൽ എവിടെയും അന്വേഷിക്കാൻ വിപുലമായ സൗകര്യമുള്ള ക്രൈംബ്രാഞ്ച് പോലുള്ള ഒരു ഏജൻസിയെ അന്വേഷണം കൈമാറണം എന്നതാണ് നിലവിലുള്ള അന്വേഷണ സംഘം നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. നേരത്തെ തന്നെ വിവിധ തരത്തിലുള്ള മൊഴി ജെയ്സൺ അടക്കമുള്ള ആൾക്കാരുടെ മൊഴി പോലീസിന് ലഭിച്ചിരുന്നു. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജു അടക്കം ഇതിന് തുക ഈ പറയുന്ന വ്യാജ ID തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക കൈമാറി അടക്കമുള്ള വിശദാംശങ്ങൾ ലഭിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാന ലീഡർഷിപ്പിലേക്ക് പോകുന്ന ഒരു കേസാണ്. ഒപ്പം തന്നെ രാജ്യദ്രോഹ കുറ്റമെന്ന ഗുരുതരമായ കുറ്റവും ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് അന്തർ സംസ്ഥാന ബന്ധങ്ങൾ കൂടി പരിശോധിക്കണം, സമഗ്രമായ അന്വേഷണം വേണം. അതുകൊണ്ട് കേസ് ക്രൈംബ്രാഞ്ചിന് വിടണം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ ആവശ്യം. അതുകൊണ്ട് ഈ കേസ് പുതിയ വഴിത്തിരിയിലേക്ക് പോകുന്നുവെന്ന് പറയേണ്ടി വരും. ADGPക്കാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഈ നിതിൻ രാജ് ആയിരുന്നു DCP നിതിൻ രാജ് ആയിരുന്നു നിലവിൽ ഈ കേസ് അന്വേഷിച്ചിരുന്നത്. ഇനി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി ADGP ആയിരിക്കും പുതിയ തീരുമാനമെടുക്കുക. അങ്ങനെയാണെങ്കിൽ ക്രൈംബ്രാഞ്ചിൽ കൈമാറിയാൽ ഇതിന്റെ സമഗ്രമായ അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കാനായിരിക്കും സാധ്യത. ഫിനിഷ. ശരി, നിർബൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ നൽകി വന്നത്. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരഞ്ഞെടുപ്പ് ID കാർഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടണമെന്നാണ് പോലീസ് ADGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്.